ിലുള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് അതിന്റെ സ്വിച്ചിങ് സ്പീഡ് വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഗേറ്റ് സർക്യൂട്ട് ഓഫ് മോസ്ഫെറ്റിന്റെ ഗേറ്റ് സർക്യൂട്ടും അതേപോലെ കളക്ടർ എമിറ്റർ സർക്യൂട്ട് ഓഫ് BJT കമ്പൈൻഡ് ടുഗദർ ടു ഫോം എ ന്യൂ ഡിവൈസ് ദാറ്റ് ഈസ് കോൾഡ് IGBT. അതായത് മോസ്ഫെറ്റിന്റെ ഗേറ്റ് സർക്യൂട്ടും BJTയുടെ ബേസ് എമിറ്റർ സർക്യൂട്ട് അല്ലെങ്കിൽ കളക്ടർ എമിറ്റർ സർക്യൂട്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് പുതിയൊരു ഡിവൈസ് ഉണ്ടാക്കി. അത് ആ ഡിവൈസിന്റെ പേരാണ് IGBT. എന്തുകൊണ്ടാണ് അത് എഴുതുന്നത് വെച്ചാൽ അവിടെയാണ് ഈ പോയിന്റ് വരുന്നത്. ഡ്രൈവ് ഓഫ് മോസ്ഫെറ്റ് ഈസ് വെരി സിമ്പിൾ. മോസ്ഫെറ്റ് ഓൺ ആക്കാനും ഓഫ് ആക്കാനും വളരെ എളുപ്പമാണ്. ആൻഡ് ഓൾസോ വി നോ ദാറ്റ് BJT ഹാസ് ലോവർ ഓൺ സ്റ്റേറ്റ് ലോസസ്. BJTയുടെ ഓൺ സ്റ്റേറ്റ് ലോസസ് മോസ്ഫെറ്റിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ്. പക്ഷെ അവിടെ BJTക്ക് ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. BJTയുടെ ഡ്രൈവ് സർക്യൂട്ട് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം ക്ലിയർ ആയിട്ടില്ലെങ്കിൽ. BJT എന്ന് പറയുന്ന ഒരു കോമ്പണന്റ് എടുക്കുമ്പോൾ അതിന്റെ ഡ്രൈവ് സർക്യൂട്ട് അത് ഓൺ ആക്കാനും ഓഫ് ആക്കാനുമുള്ള സർക്യൂട്ട് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷെ BJTക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. BJTയുടെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിന്റെ ലോസസ് വളരെ കുറവാണ്. അത് BJT ഓൺ ആകുമ്പോഴും ഓഫ് ആകുമ്പോഴും ഉള്ള ലോസസ് വളരെ കുറവാണ്. നേരെ മറിച്ച് മോസ്ഫെറ്റ് എടുത്താൽ മോസ്ഫെറ്റിന് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. മോസ്ഫെറ്റിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അതിനെ ഈസി ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റും. വോൾട്ടേജ് കൺട്രോൾഡ് ഡിവൈസ് ആയതുകൊണ്ട് അതിനെ വളരെ ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷെ മോസ്ഫെറ്റിന് ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്, നേരെ തിരിച്ച്. അതായത് ഓൺ സ്റ്റേറ്റ് ലോസസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഡ്രൈവ് സർക്യൂട്ട് നോക്കുമ്പോൾ മോസ്ഫെറ്റിന് ഒരു അഡ്വാൻറ്റേജ്, പക്ഷെ BJTന്റെ ഡിസഡ്വാൻറ്റേജ് ആണ്. പക്ഷെ അതുപോലെ തന്നെ ഓൺ സ്റ്റേറ്റ് ലോസസ് നോക്കുമ്പോൾ BJT ആണ് നല്ല കോമ്പണന്റ്, മോസ്ഫെറ്റ് അത്ര നല്ല കോമ്പണന്റ് അല്ല. അപ്പോൾ ഇതിന്റെ രണ്ട് അഡ്വാൻറ്റേജും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ പുതിയൊരു കോമ്പണന്റ് ഉണ്ടാക്കിയത്. ആ പുതിയ കോമ്പണന്റിന്റെ പേരാണ് IGBT. ഓക്കെ, IGBT എങ്ങനെയാ വന്നത് നിങ്ങൾക്ക്? മോസ്ഫെറ്റ് എന്ന് പറയുന്ന കോമ്പണന്റ് ഒന്നും കൂടെ റിയാണ്. മോസ്ഫെറ്റിന്റെ അതിന്റെ ഡ്രൈവ് സർക്യൂട്ട് വളരെ സിമ്പിൾ ആണെന്നുള്ളതാണ്. വോൾട്ടേജ് കൺട്രോൾ ഡിസഡ്വാൻറ്റേജ് ഉണ്ട്, മോസ്ഫെറ്റിന്റെ ഓൺ സ്റ്റേറ്റ് ലോസസ് കൂടുതലാണ്. അപ്പം BJT എടുത്തു കഴിഞ്ഞാൽ BJTയുടെ ഡ്രൈവ് സർക്യൂട്ട് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, പക്ഷെ അതിന്റെ ഓൺ സ്റ്റേറ്റ് ലോസസ് കുറവാണ്. ഈ രണ്ട് കോമ്പണന്റും കൂടി നമ്മൾ കമ്പൈൻ ചെയ്യാണ്, രണ്ടിന്റെ അഡ്വാൻറ്റേജ് മാത്രം എടുക്കും. അപ്പൊ അങ്ങനെ പുതിയൊരു കോമ്പണന്റ് നമുക്ക് കിട്ടും, IGBT. ആ കോമ്പണന്റിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒന്ന്, അതിന്റെ ഡ്രൈവ് സർക്യൂട്ട് വളരെ ഈസിയാണ്. വളരെ മിനിമം ആണ്, ആരെ പോലെ BJT. അങ്ങനെ ഒരു കോമ്പണന്റാണ് IGBT. നെക്സ്റ്റ് we can see what is ഓഡിയോക്ക് ഡിസ്റ്റർബൻസ് ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് എന്തെല്ലോ ഒച്ച കേൾക്കുന്നത്, ക്ലിയർ ആയിട്ട് കേൾക്കുന്നില്ല. ഇപ്പം ക്ലിയർ ആവുന്നുണ്ടോ? നോക്കട്ടെ. ഇപ്പം ക്ലിയർ ആവുന്നുണ്ടോ? സാർ ഇപ്പം കേൾക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ എൻ്റെ ഹെഡ്ഫോൺ ഇതാക്കി ലാപ്ടോപ്പിൽ ഡയറക്റ്റ് സംസാരിക്കാൻ നോക്കുകയാണ് കേട്ടോ. ഇപ്പം ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഓക്കെ, അപ്പം ഇപ്പം നമുക്ക് അടുത്തത് നമുക്ക് ടോപ്പിക്ക് നോക്കാം. സിംബൽ ഓഫ് IGBTയുടെ സിംബൽ എങ്ങനെയാണ് വന്നത്? നമുക്കറിയാം, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചതാണ് N ചാനൽ മോസ്ഫെറ്റിന്റെ ഡയഗ്രാം ആണ്. സെക്കൻഡ് വൺ നമ്മൾ പഠിച്ചതാണ് BJTയുടെ സിംബലാണ്. ഓക്കെ, N ചാനൽ മോസ്ഫെറ്റിന്റെ സിംബലും അതേപോലെ BJTയുടെ സിംബലും. ഇത് നമ്മൾ കമ്പൈൻ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം മോസ്ഫെറ്റിന്റെ ഗേറ്റിന്റെ പ്രോപ്പർട്ടിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. മോസ്ഫെറ്റിന്റെ ഗേറ്റിന്റെ പ്രോപ്പർട്ടി. അപ്പൊ ഈ ഒരു പോർഷൻ നമ്മൾ മോസ്ഫെറ്റിന്റെ എടുത്തു. അത് നമ്മൾ എവിടെ പ്ലേസ് ചെയ്തു? ഇവിടെ പ്ലേസ് ചെയ്തു. അതേപോലെ തന്നെ BJTയുടെ കളക്ടർ എമിറ്റർ സർക്യൂട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? IGBTക്ക് വേണ്ടി എടുക്കുന്നത്. അപ്പൊ ഈ ഒരു പോർഷൻ ഇങ്ങനെ കൊണ്ടുവന്നു. അപ്പൊ നമുക്ക് പുതിയ കോമ്പണന്റായ IGBTയുടെ സിംബലും നമുക്ക് പറയാൻ പറ്റും. എന്താണ് ഈ മോസ്ഫെറ്റും BJT നമ്മൾ എങ്ങനെയാണോ IGBT ഉണ്ടാക്കിയത്, അതുപോലെ തന്നെ മോസ്ഫെറ്റും BJTയും കമ്പൈൻ ചെയ്തിട്ടാണ് IGBTയുടെ സിംബലും ഉണ്ടാക്കിയത്. അതിന്റെ ഗേറ്റ് സർക്യൂട്ട് നോക്കുക, മോസ്ഫെറ്റിന്റെ അതേ ഗേറ്റ് സർക്യൂട്ട് പോലെ തന്നെയാണ് വരുന്നത്, അതേ സിംബൽ പോലെ തന്നെയാണ് വരുന്നത്. അതേപോലെ ഡ്രെയിൻ ആൻഡ് സോഴ്സിന് പകരം നമ്മൾ എന്ത് ചെയ്തു? BJTയുടെ കളക്ടർ എമിറ്റർ ടെർമിനൽ എടുത്തു. ഓക്കെ, ഇങ്ങനെയൊക്കെ ആണെങ്കിലും എന്താ പറയാ, പല ടെക്സ്റ്റ് ബുക്കുകളിലും അല്ലെങ്കിൽ പല
പേപ്പേഴ്സിലും അവർ ഗേറ്റ് എപ്പോഴും ഗേറ്റ് ആയിട്ട് തന്നെയാണ് പറയുക. ചിലപ്പോൾ കളക്ടറിന് പകരം ഡ്രെയിൻ എന്ന് പറയും, അതേപോലെ എമിറ്ററിന് പകരം സോഴ്സ് എന്ന് പറയും. രണ്ട് രീതിയിലും നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. പക്ഷെ സിമ്പിൾ ഇത് തന്നെയാണ്. ഈ സിമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആണ് ഇത് മോസ്ഫെറ്റിന്റെ ഗേറ്റ് സർക്യൂട്ടുമായി സിമിലറും അതേപോലെ BJTയുടെ കളക്ടർ എമിറ്റർ സർക്യൂട്ടുമായിട്ട് സിമിലറുമാണ്. അപ്പൊ രണ്ടിന്റെയും പ്രോപ്പർട്ടീസ് ആഡ് ചെയ്തതാണ് നമുക്ക് എവിടെയുള്ളത്, IGBT ഉള്ളത്. The IGBT has 3 terminal: gate, collector and emitter. The current flows from collector to emitter whenever a voltage between gate and emitter is applied. MOSFET വർക്ക് ചെയ്യുന്ന പോലെ തന്നെ അല്ലെങ്കിൽ ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യുന്ന പോലെ തന്നെ. അപ്പം whenever an input signal is given, the current will flow from collector to emitter. The IGBT is said to have a turned on when emitter voltage, when a gate, current flows from collector to emitter whenever a voltage between gate and emitter is applied. അപ്പം ആ സമയത്ത് നമ്മൾ എന്താ പറയുന്നത്, the IGBT is said to have turned on. When gate emitter voltage is removed, IGBT is turns off. IGBT turn off ആവും. അതായത് ഗേറ്റ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് കളക്ടർ ടു എമിറ്റർ കറണ്ട് ഫ്ലോ ഉണ്ടാവും. ആ സമയത്ത് IGBT ടേൺ ഓൺ ആയി എന്ന് പറയും. അതേപോലെ തന്നെ ഗേറ്റ് എമിറ്റർ വോൾട്ടേജ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ IGBT turn off ആവും. Thus, gate has full control over the conduction of IGBT. IGBTന്റെ കണ്ടക്ഷനിൽ ഫുൾ കൺട്രോൾ ഉള്ളതായിരിക്കാണ് ഗേറ്റിനാണ് ഉള്ളത്. ഓക്കെ, ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. മോസ്ഫെറ്റ് പോലെ തന്നെയുള്ള ഒരു കോമ്പണന്റ് ആണ്. മോസ്ഫെറ്റിന്റെ ഗേറ്റ് പോലെ തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നു. മോസ്ഫെറ്റിന്റെ ഗേറ്റ് എന്ന് പറയുമ്പോൾ മെറ്റലും ഓക്സൈഡും ഉണ്ട് അല്ലെ. അതുപോലെ തന്നെ കളക്ടർ ടു എമിറ്റർ സർക്യൂട്ട് നമ്മൾ എടുത്തത് ട്രാൻസിസ്റ്ററിൽ നിന്നാണ്. അപ്പൊ ഇങ്ങനെ രണ്ട് BJTയുടെ പ്രോപ്പർട്ടിയും മോസ്ഫെറ്റിന്റെ പ്രോപ്പർട്ടിയും കൂടി കമ്പൈൻ ചെയ്ത് വരുന്ന ഒരു കോമ്പണന്റ് ആണ് IGBT. ഓക്കെ, അപ്പം IGBTയുടെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മോസ്ഫെറ്റിന്റെ അഡ്വാൻറ്റേജ് ആയ AC ഗേറ്റ് ഡ്രൈവ് സർക്യൂട്ട്, അതുപോലെ തന്നെ BJTയുടെ അഡ്വാൻറ്റേജ് ആയ ലോ ഓൺ സ്റ്റേറ്റ് പവർ ലോസസ്, അതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? ഇതുവരെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ക്ലിയർ ആയോ? ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടുവോ? Okay, next we will discuss about structure of IGBT. IGBTയുടെ structure is similar to that of MOSFET. IGBTയുടെ structure almost MOSFET-ആയിട്ട് similar ആണ്. Figure shows vertical cross section of IGBT. നമുക്ക് കാണിച്ചു തരാം. In this structure, we observe that there is an additional P+ layer when comparing with MOSFET. നമുക്ക് അഡീഷണൽ ആയിട്ട് ഇതിൻ്റെ അകത്തുള്ളത് എന്താണ്? ഒരു P+ ലെയർ ആണ്. അതായത് നമ്മളെ മോസ്ഫെറ്റിനെ നമ്മൾ എടുക്കുക, അതിന് നമുക്ക് IGBT ആയി മാറ്റണമെങ്കിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു P+ ലെയർ ആഡ് ചെയ്യണം. ആൻഡ് ദിസ് ലെയർ ഈസ് കളക്ടർ ഓർ ഡ്രെയിൻ ഓഫ് IGBT. ഈ ലെയർ കളക്ടർ അല്ലെങ്കിൽ നമുക്ക് ഡ്രെയിൻ എന്നും പറയാം. ഓക്കെ, ചില ടെക്സ്റ്റ് ബുക്കുകളിൽ ഡ്രെയിൻ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഏറ്റവും പ്രോപ്പർ ആയിട്ടുള്ളത് ഗേറ്റ്, കളക്ടർ, എമിറ്ററിന് യൂസ് ചെയ്യുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം BJTയുടെ പ്രോപ്പർട്ടിയും മോസ്ഫെറ്റിന്റെ പ്രോപ്പർട്ടിയും കമ്പൈൻ ചെയ്തിട്ടാണ് ഉള്ളത്. അപ്പം കളക്ടർ, എമിറ്ററിന് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം അഡീഷണൽ ആയിട്ട് സ്ട്രക്ചർ ഓഫ് മോസ്ഫെറ്റ് നമ്മൾ കണ്ടതാണ്. സ്ട്രക്ചർ ഓഫ് മോസ്ഫെറ്റ് നമ്മൾ ഇന്നലത്തെ ക്ലാസ്സുകളിലൊക്കെ കണ്ടതാണ്. അതിന്റെ കൂടെ അഡീഷണൽ ആയിട്ട് we have added a P+ layer, and this layer is the collector terminal. അപ്പം ഇതാണ് IGBTയുടെ സ്ട്രക്ചർ. ഓക്കെ, സ്ട്രക്ചർ കണ്ടാൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയി തോന്നും, പക്ഷെ നമ്മളെ മോസ്ഫെറ്റിന്റെ തന്നെയാണ്. ഇതിൽ ഡ്രോയിങ്ങിൽ നിങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവുന്നത്, മോസ്ഫെറ്റിന്റെ കേസിൽ നമ്മൾ സോഴ്സ് രണ്ട് സൈഡിലും വെച്ചിട്ട് ഗേറ്റ് നടുവിലാണ് നമ്മൾ പ്ലേസ് ചെയ്തത് അല്ലെ. സോഴ്സ് രണ്ട് എൻഡിലായിട്ടാണ് നമ്മൾ അതിൻ്റെ അകത്ത് കണ്ടത്. ഗേറ്റ് ടെർമിനൽ ഇതിന്റെ സെൻട്രലായിരുന്നു. ഇതില് എന്താ പറയാ, രണ്ട് സോഴ്സ് സെൻട്രലായി, ഗേറ്റ് രണ്ട് സൈഡിലുമായി അല്ലെ. അതേപോലെ തന്നെ ഡ്രെയിൻ ടെർമിനലാണ് താഴെയുള്ളത്.
ഓക്കെ, നമുക്കറിയാം ഗേറ്റ് ടെർമിനൽ ഈസ് almost similar to the MOSFET. So what we have is, here we have a metal contact or metal plate. Below that we have silicon dioxide. Here also we have same thing, metal, and below that we have silicon dioxide. And here we have N plus region and N plus region, and body region is P region. Then we have drain drift region, buffer layer, and injecting layer. ഓക്കെ, ഇത്രയാണ് IGBT. അപ്പം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു, മോസ്ഫെറ്റിന്റെ കേസിൽ മോസ്ഫെറ്റിന്റെ സ്ട്രക്ചറിന്റെ കൂടെ നമ്മളൊരു P+ ലെയർ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതാണ് ആ P+ ലെയർ. ഈ ഒരു P+ ലെയർ ഇല്ലെങ്കിൽ ഇത് ഓൾമോസ്റ്റ് മോസ്ഫെറ്റ് വർക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ് വർക്ക് ചെയ്യുക, അല്ലെ? മോസ്ഫെറ്റിന്റെ ഇതായി തോന്നില്ലേ നിങ്ങൾക്ക്? മോസ്ഫെറ്റിന്റെ സ്ട്രക്ചർ ആയി തോന്നുന്നുണ്ട് അല്ലെ? ഈ P+ ലെയർ ഇല്ലെങ്കിൽ മോസ്ഫെറ്റിന്റെ സ്ട്രക്ചർ തന്നെയാണ്. പക്ഷെ ഒരേ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. നമ്മൾ ഇന്നലെ പഠിച്ചില്ല, അത് വലിയ ഡിഫറൻസ് അല്ല, അത് വരക്കുന്നതിലുള്ള ഡിഫറൻസ് ആണ്. ഗേറ്റ് ടെർമിനൽ സെൻട്രൽ ആയിരുന്നു, സോഴ്സ് 2 എൻഡിലായിരുന്നു മോസ്ഫെറ്റിന്റെ പഠിക്കുമ്പോൾ. പക്ഷെ അത് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അപ്പം നമുക്കിവിടെ ഉണ്ടായിരുന്നത് അഡീഷണൽ ആയിട്ട് ഒരു P+ ഇൻജക്റ്റിംഗ് ലെയർ അഡീഷണൽ ആയിട്ട് ഉണ്ട്. ഓക്കെ, ഡ്രെയിൻ ടെർമിനൽ നമ്മൾ എന്താണ് പറയുക? ഡ്രെയിൻ ടെർമിനൽ നമ്മൾ സാധാരണ കളക്ടർ എന്ന് പറയും, സോഴ്സ് ടെർമിനലിനെ എമിറ്റർ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെ വർക്ക് ചെയ്യുന്നു വെച്ചാൽ, നമ്മൾ ഇനീഷ്യലി ഗേറ്റ് സപ്ലൈ അപ്ലൈ ചെയ്യുക, പോസിറ്റീവ് സപ്ലൈ അപ്ലൈ ചെയ്യുന്ന വിചാരിക്കുക. അപ്പം അത് ഓട്ടോമാറ്റിക്കലി ചാർജിനെ അട്രാക്ട് ചെയ്യും. അതായത് ബോഡി റീജിയൻ എന്ന് പറയുന്നത് P ലെയർ ആണ്. ഈ P ലെയറിലെ മൈനോറിറ്റി കാരിയറായ നെഗറ്റീവ് ചാർജസിനെ അട്രാക്ട് ചെയ്യും. എവിടെയൊക്കെ? അതായത് ഗേറ്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ് വരും. വെൻ എ പോസിറ്റീവ് ചാർജ് ഈസ് അപ്ലൈഡ് അറ്റ് ദ ഗേറ്റ്, ദിസ് മെറ്റൽ പ്ലേറ്റ് വിൽ ബിക്കം പോസിറ്റീവ്ലി ചാർജ്ഡ് പ്ലേറ്റ്, ആൻഡ് ബിലോ ദാറ്റ് വി ഹാവ് സിലിക്കൺ ഡയോക്സൈഡ്. വാട്ട് ഇറ്റ് വിൽ ഡു മീൻസ്, ദിസ് പോസിറ്റീവ് ചാർജ് ഓൺ ദ മെറ്റൽ പ്ലേറ്റ് വിൽ അട്രാക്ട് ഇലക്ട്രോൺസ് ഫ്രം ദിസ് P ബോഡി റീജിയൻ. ഈ P ബോഡി റീജിയനിന്ന് ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്യും. ബാക്കി എല്ലായിടത്തും അട്രാക്ട് ചെയ്യും. പക്ഷെ നമ്മൾ ഇവിടെയൊക്കെ ചാർജ് വന്നു നിൽക്കും. നമ്മൾ പഠിക്കേണ്ടത് ഇതിനെ പറ്റിയ ഇവിടെ ഉണ്ടാവുന്ന ഈ ഇൻവേർഷൻ ലെയറിനെ പറ്റിയിട്ടാണ് പഠിക്കേണ്ടത്. മോസ്ഫെറ്റിന്റെ കേസിൽ നമ്മളൊരു ഇൻവേർഷൻ ലെയറിനെ പറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് ഈ ഇൻവേർഷൻ ലെയറിനെ പറ്റിയിട്ടാണ്. അപ്പൊ P റീജിയൻ നിന്ന് മെല്ലെ ഇലക്ട്രോൺസിനെ ഈ ഭാഗത്തേക്ക് അട്രാക്ട് ചെയ്യും. ആൻഡ് നോർമലി whenever we are using a IGBT, we will be connecting collector to positive terminal. ഒരു കാര്യമാണ്. നമ്മൾ ട്രാൻസിസ്റ്ററിന്റെ കേസിൽ, BJTയുടെ കേസിൽ നമ്മൾ എപ്പോഴും കളക്ടർ VCCയുമായിട്ട് കണക്ട് ചെയ്യും, അല്ലെ? സോ അതിന്റെ എമിറ്റർ ഗ്രൗണ്ട് ചെയ്യുക. ആ രീതിയിൽ അത് കണക്ട് ചെയ്താൽ മാത്രമേ അത് വർക്ക് ചെയ്യൂ. അതുപോലെ തന്നെയാണ് ഇവിടെയും കളക്ടർ പോസിറ്റീവ് സപ്ലൈ ആയിട്ട് കണക്ട് ചെയ്യണം. സോ വെൻ ദിസ് ആൻഡ് ഓൾസോ സോഴ്സ് ഷുഡ് ബി കണക്റ്റഡ് ടു നെഗറ്റീവ് സപ്ലൈ. അപ്പം ഡ്രെയിൻ ടെർമിനൽ അല്ലെങ്കിൽ കളക്ടർ ടെർമിനൽ പോസിറ്റീവ് സപ്ലൈ ആവുന്ന സമയത്ത് ഈ P+ ലെയർ എന്ത് സംഭവിക്കും? ഇത് ഫോർവേഡ് ബയാസിലാവും. ഈ റീജിയൻ, അതായത് P+ഉം N+ഉം തമ്മിലുള്ള ഈ റീജിയൻ ഫോർവേഡ് ബയാസിലാവും. അപ്പോൾ ഇവിടുന്ന് കറണ്ട് അല്ലെങ്കിൽ ചാർജ് കാരിയേഴ്സ് എന്ത് ചെയ്യും? ഇങ്ങോട്ട് ഇൻജക്ട് ചെയ്ത് വരും. N+ റീജിയനിലേക്ക് ഇൻജക്ട് ചെയ്ത് റീകമ്പൈൻ ചെയ്യാൻ തുടങ്ങും. ഈ ലെയറിൽ കണ്ടക്ഷൻ നടക്കും. അങ്ങനെയാണ് ഡ്രെയിനിൽ നിന്ന് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഭാഗത്തേക്ക് കറണ്ട് പോകുന്നത്. അപ്പൊ N- റീജിയനിൽ ഉണ്ടാവുന്ന ചാർജസിനെ ആര് അട്രാക്ട് ചെയ്യുന്നുണ്ട്? ഇവിടെ ഉണ്ടാവുന്ന ഈ മെറ്റൽ പ്ലേറ്റ് ഈ ഒരു ഭാഗത്തേക്ക് അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുക. അതായത് P+ ഈ ഒരു റീജിയൻ ഫോർവേഡ് ബയാസിലാകും. ഈ ഒരു റീജിയൻ ഫോർവേഡ് ബയാസിലാകുന്ന സമയത്ത് എപ്പോഴും കളക്ടർ എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവിലേക്കായിരിക്കും കണക്ട് ചെയ്യുക. അപ്പം സോഴ്സ് ഗ്രൗണ്ടിലേക്കും. അപ്പം എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഈ ഒരു റീജിയൻ ഫോർവേഡ് ബയാസിലാവും. അപ്പൊ അത് ഫോർവേഡ് ബയാസിലാകുമ്പം ഈ ചാർജ് കാരിയേഴ്സിനെ റീകമ്പൈൻ ചെയ്യണം. എവിടെ എത്തിയിട്ട്? ഈ സോഴ്സിലേക്ക് പോയിട്ട്
റീകമ്പൈൻ ചെയ്യണം, ഈ N+ റീജിയനിലേക്ക് പോയി റീകമ്പൈൻ ചെയ്യണം. അതിനാണ് നമ്മൾ ഇവിടെ ഗേറ്റിന് നമ്മൾ പോസിറ്റീവ് സപ്ലൈ കൊടുത്തത്. ഈ പോസിറ്റീവ് സപ്ലൈ എന്ന് പറയുമ്പോൾ ഗേറ്റിന്റെ മെറ്റൽ പ്ലേറ്റ് ഒക്കെ പോസിറ്റീവ് സപ്ലൈ ആവും. അപ്പം ആ പോസിറ്റീവ് സപ്ലൈ എന്ത് ചെയ്യും? ഇൻവേർഷൻ ബോഡി റീജിയനിൽ നിന്ന് ഇലക്ട്രോൺസിനെ ഈ ഭാഗത്തേക്ക് അട്രാക്ട് ചെയ്യും. അപ്പൊ അവിടെ ഒരു ഇൻവേർഷൻ ലെയർ മോസ്ഫെറ്റിൽ ഉണ്ടായ പോലെ തന്നെ ഒരു ഇൻവേർഷൻ ലെയർ ഫോം ചെയ്യും. അപ്പൊ ഇവിടുന്ന് ഇഞ്ചക്ട് ചെയ്യുന്ന ചാർജ് കാരിയേഴ്സ് അല്ലെങ്കിൽ ഇഞ്ചക്ടിങ് ലെയറിൽ നിന്ന് ഇഞ്ചക്ട് ആവുന്ന ചാർജ് കാരിയേഴ്സ് ഇങ്ങനെ ട്രാവൽ ചെയ്ത് ഈ ഇൻവേർഷൻ ലെയറിലൂടെ ട്രാവൽ ചെയ്ത് സോഴ്സിൽ എത്തും. അതേപോലെ ഈ ചാർജ് കാരിയേഴ്സ് ഇങ്ങനെ ട്രാവൽ ചെയ്ത് ഇൻവേർഷൻ ലെയറിലൂടെ ട്രാവൽ ചെയ്ത് ഈ സോഴ്സിൽ എത്തും. അങ്ങനെയാണ് ഡ്രെയിനിൽ നിന്ന് സോഴ്സിലേക്ക് കണ്ടക്ഷൻ പോസിബിൾ ആകുന്നത്. ഓക്കെ, നമ്മൾ ഇപ്പം ഡിസ്കസ് ചെയ്തുകൊണ്ട് വാട്ട് വി ആർ ഡിസ്കസിങ് നൗ ഈസ് അബൌട്ട് ദ സ്ട്രക്ചർ ഓഫ് IGBT. As you know that IGBT also have 3 terminal, gate, source and drain, or we can call it as drain terminal as collector and source terminal as emitter. When we need to turn on an IGBT, the gate terminal is normally connected to positive power supply, and drain will normally be connected to another positive power supply. So what it will happen is, whenever you are applying a positive supply to gate, the metal plate will be positively charged, and it will attract electrons from the P region to its, but it cannot recombine because there is a silicon dioxide in between that. So what it will do means, when inversion layer is formed, it can act as a conducting media for electron. So both the inversion layer will be formed at both the ends. So when drain is connected positive, it is connected to the P+ region. So it will forward bias the junction, and current can flow from P+ region to, or injecting region to buffer layer to, and then drift region to, through this inversion layer it can reach source terminal. ഇഞ്ചക്ടിങ് ലെയറിന്ന് ബഫർ ലെയറിലേക്ക് പോകാൻ പറ്റും. അവിടുന്ന് ഡ്രിഫ്റ്റ് റീജിയനിലൂടെ ഈ ഇൻവേർഷൻ ലെയർ വഴി സോഴ്സിലേക്ക് ഈ കറണ്ടിന് ഫ്ലോ ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെയാണ് IGBT സ്ട്രക്ചർ വർക്ക് ചെയ്യുന്നത്. അപ്പം ഈ ഒരു പോർഷൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് മോസ്ഫെറ്റിന്റെ ഒരു പോർഷൻ പോലെ തോന്നുകയും, അതേപോലെ ഈ താഴത്തെ ഭാഗം നിങ്ങൾ നോക്കുകയാണെങ്കിൽ അത് BJTയുടെ എന്താ പറയാ ഒരു സ്ട്രക്ചർ പോലെ ഇൻജക്ടിങ് ലെയർ അല്ലെ, എമിറ്റർ ആയിരുന്നു നമുക്ക് ഇൻജക്ടിങ് ലെയർ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഇൻജക്ടിങ് ലെയർ ഉണ്ട്. ഓക്കെ, ഇതിന്റെ സ്ട്രക്ചർ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇത് ഞാൻ അതിന്റെ ഡെമോൺസ്ട്രേഷന് വേണ്ടി ഒന്നും കൂടെ വെച്ചതാണ്. എപ്പോഴാണ് ഗേറ്റ് പോസിറ്റീവ് ആവുന്നത്, ഇറ്റ് വിൽ അട്രാക്ട് ഇലക്ട്രോൺസ് ഫ്രം P region to this what is that, just below that, this silicon dioxide layer. It will form an inversion layer. So collector normally will be connected to positive supply, and it will inject positive charge. It will inject positive charges to this one, and so sorry, it will forward bias this junction, and it will conduct, charge carriers will conduct like this to the emitter terminal. Okay, ഇങ്ങനെയാണ് ഇത് എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇതിലൊരു പ്രശ്നമുള്ളത്, ഈ ഒരു കോമ്പണന്റിന് ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ഈ ഒരു കോമ്പണന്റിൽ നിങ്ങൾക്കറിയാം, ഇവിടെ ഡോട്ടഡ് ലൈന് വെച്ചിട്ട് എന്തോ കാണിച്ചിട്ടുണ്ട്. ഈ ഒരു കോമ്പണന്റിന്റെ സിമ്പിൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ദിസ് കോമ്പണന്റ് ഈസ് നോൺ ആസ് തൈറിസ്റ്റർ. എന്തുകൊണ്ടാണ് അത് ഡോട്ടഡ് സിമ്പിൾ ആയിട്ട് കാണിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ, തൈറിസ്റ്ററിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് PN സ്ട്രക്ചർ ആണ്. തൈറിസ്റ്റർ എന്ന് പറയുന്നൊരു സ്വിച്ചിങ് കോമ്പണന്റ് ആണ്. നല്ല ഹൈ പവർ ആപ്ലിക്കേഷന് യൂസ് ചെയ്യുന്ന, ഹൈ കറണ്ട് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കോമ്പണന്റിന്റെ പേരാണ് തൈറിസ്റ്റർ. ഈ തൈറിസ്റ്ററിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് PN ആണ്. അപ്പൊ അതാണ് ഈ സിമ്പിൾ ആയിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ, അതേപോലെ ഈ ഒരു പർട്ടിക്കുലർ ഏരിയ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ആ സമയത്ത് IGBTയുടെ സ്ട്രക്ചർ എന്താ, PN
ഇത് n മൈനസ് ഓക്കെ n പ്ലസും n മൈനസും നമുക്ക് ടുഗദർ ആയിട്ട് പറയാം. പി എൻ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഫോം ചെയ്യുന്നുണ്ട്. അപ്പം എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ, അഥവാ ഇതാണ് തൈറിസ്റ്റർ ഓൺ ആക്കാനുള്ള ഗേറ്റ് ടെർമിനൽ. അഥവാ ഇവിടെ എന്തെങ്കിലും ചാർജ് കാരിയേഴ്സ് വന്നു കഴിഞ്ഞാൽ ഈ തൈറിസ്റ്റർ പോലെ ഇത് വർക്ക് ചെയ്യും. അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ് ഈ കോമ്പണന്റിന്റെ. തൈറിസ്റ്ററിന് 3 ടെർമിനലാണ് ഉള്ളത്. ആനോഡ്, കാഥോഡ്, ഗേറ്റ് എന്ന് പറയാ. ഈ ഗേറ്റ് എങ്ങാനും അഥവാ എവിടെന്നെങ്കിലും ട്രിഗർ ആയി പോയി കഴിഞ്ഞാൽ, കുറച്ച് ചാർജ് കാരിയേഴ്സിന്റെ എണ്ണമൊക്കെ കൂടുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായി ട്രിഗർ ആവും. അങ്ങനെ ട്രിഗർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ തൈറിസ്റ്റർ ഓൺ ആവും. അപ്പൊ ഇങ്ങനെ കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഓക്കെ IGBTയും എന്താ പറയാ കണ്ടക്ട് ചെയ്യാനുള്ള സാധനമാണ്, അതേപോലെ ഒരു സ്വിച്ച് ആണ്, അതേപോലെ തൈറിസ്റ്ററും കണ്ടക്ട് ചെയ്യുന്നത് നല്ലതല്ലേ എന്ന് തോന്നും. പക്ഷെ അവിടെ ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ഈ തൈറിസ്റ്റർ എന്ന് പറയുന്ന സ്വിച്ചിനെ നമുക്ക് ഓൺ ആക്കാൻ മാത്രമേ പറ്റൂ, ഓഫ് ആക്കാൻ പറ്റില്ല. അതാണ് തൈറിസ്റ്ററിന്റെ ഏറ്റവും വലിയൊരു ഡിസഡ്വാൻറ്റേജ്. അതിനെ ഓഫ് ആക്കണമെങ്കിൽ ഒന്നെങ്കിൽ ആനോഡിനും കാഥോഡിനും ഇടയിലുള്ള സപ്ലൈ റിവേഴ്സ് ചെയ്യണം, അങ്ങനെയേ അതിന് പറ്റൂ. അല്ലെങ്കിൽ അതിലൂടെയുള്ള കറണ്ട് കൺട്രോൾ ചെയ്യണം, എന്നാൽ മാത്രമേ തൈറിസ്റ്ററിനെ ഓഫ് ആക്കാൻ പറ്റൂ. അപ്പം ഇങ്ങനെയൊരു പ്രശ്നം ഇതിൻ്റെ അകത്തുണ്ട്. അതായത് ഈ എന്താ പറയുക പാരാസിറ്റിക് തൈറിസ്റ്റർ എന്ന് പറയാ. അതായത് ഈ സ്ട്രക്ചർ IGBTയുടെ സ്ട്രക്ചർ ഉണ്ടാക്കിയത് കൊണ്ട് അതിൻ്റെ ഉള്ളിൽ ഒരു തൈറിസ്റ്ററിന്റെ സ്ട്രക്ചറും കൂടെ അൺനോൺ ആയിട്ട് വന്നു. അപ്പൊ അതിനെ പാരാസിറ്റിക് തൈറിസ്റ്റർ എന്ന് പറയും. അപ്പം തൈറിസ്റ്ററിന്റെ സ്ട്രക്ചർ എന്താണെന്ന് വെച്ചാൽ PN സ്ട്രക്ചർ ആണ്. അപ്പൊ ഇവിടെയുണ്ട് P+ റീജിയൻ ഉണ്ട്, അതേപോലെ ഒരു N റീജിയൻ ഉണ്ട്, P റീജിയൻ ഉണ്ട്, N റീജിയൻ ഉണ്ട്. PN റീജിയനും അവിടെ വന്നു. അപ്പൊ ആ ഒരു പോർഷൻ തൈറിസ്റ്റർ പോലെ വർക്ക് ചെയ്യും. എന്തോ ആ തൈറിസ്റ്റർ പോലെ വർക്ക് ചെയ്ത എന്താണ് അതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിലെ തൈറിസ്റ്ററിന്റെ ഗേറ്റ് എങ്ങാനും ട്രിഗർ ആയി കഴിഞ്ഞാൽ തൈറിസ്റ്റർ ഓൺ ആവും. തൈറിസ്റ്ററിനെ ഓഫ് ആക്കാനുള്ള ഒരു സർക്യൂട്ട് നമുക്ക് ഇല്ല. തൈറിസ്റ്ററിനെ ഓഫ് ആക്കണമെങ്കിൽ തൈറിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് റിവേഴ്സ് ചെയ്യുക, AC കണക്ട് ചെയ്യണം. അതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റുക. തൈറിസ്റ്ററിലേക്ക് AC ആണ് നോർമലി കണക്ട് ചെയ്യുക. അല്ലെങ്കിൽ അതിന്റെ ഗേറ്റ് അതിലൂടെയുള്ള കറണ്ട് നമ്മൾ മിനിമൈസ് ചെയ്യണം, എന്നാലും മാത്രമേ അത് ഓഫ് ആവും. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, IGBTയുടെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് ലാച്ചപ്പ് ഇൻ IGBT എന്ന് പറയും. Latch-up means on condition even if the gate drive is removed. ഗേറ്റ് ഡ്രൈവ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും IGBT ഓൺ ആയിട്ട് തന്നെ ഇരിക്കും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിൽ തൈറിസ്റ്റർ ട്രിഗർ ആവുന്നത് കൊണ്ടാണ്. കറണ്ട് ഇൻ P ബോഡി റീജിയൻ ഫ്ലോസ് വെർട്ടിക്കലി ആസ് വെൽ ആസ് ലാറ്ററലി. ആ ബോഡിയിൽ P ടൈപ്പ് ബോഡി റീജിയൻ, ഇതാണ് P ടൈപ്പ് ബോഡി റീജിയൻ. ഇത് വെർട്ടിക്കലായിട്ടും ലാറ്ററലായിട്ടും മൂവ് ചെയ്യുമ്പോഴാണ് തൈറിസ്റ്റർ ട്രിഗർ ആയി വരിക. അപ്പം അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഡിസൈൻ ചെയ്യുമ്പം സ്പെസിഫിക് കറണ്ട് എക്സീഡ് ചെയ്യാൻ പറ്റുന്നില്ല, മാക്സിമം സ്പെസിഫിക് കറണ്ടിനെ എക്സീഡ് ചെയ്യാൻ പാടില്ല. പിന്നെ അതിന്റെ ഇൻക്രീസിങ് ദ ടേൺ ഓഫ് ടൈം ഇൻക്രീസ് ചെയ്തിട്ടൊക്കെ കൺട്രോൾ ചെയ്യാം. പക്ഷേ ഇതൊക്കെ അത്ര നിങ്ങൾ നോട്ട് ചെയ്യേണ്ട. ലാച്ചപ്പിൻ IGBT കുറച്ച് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി എന്തുകൊണ്ടാണ് എന്നുള്ളത്. അതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഈ ഒരു കാലഘട്ടത്തിൽ കുറെ പുതിയ സ്ട്രക്ചർ IGBTക്ക് വന്നിട്ടുണ്ട്. അപ്പം ആ ഒരു സ്ട്രക്ചറിലൊന്നും ഈ ലാച്ചപ്പിന്റെ പ്രോബ്ലംസ് ഇല്ല, അത് എലിമിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടെ പറയാം. നമ്മളിവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് IGBT എന്ന് പറയുന്ന ഒരു കോമ്പണന്റിനെ പറ്റിയിട്ടാണ്. മുൻ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിരിക്കുന്നത് BJTനെയും മോസ്ഫെറ്റിനെയും പറ്റിയിട്ടാണ്. എന്താണ് IGBT എന്ന് പറയുന്ന കോമ്പണന്റിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്? BJTക്കുള്ള കുറച്ച് ഡിസഡ്വാൻറ്റേജസും മോസ്ഫെറ്റിനുള്ള കുറച്ച് ഡിസഡ്വാൻറ്റേജസും എലിമിനേറ്റ് ചെയ്ത് നമ്മൾ പുതിയൊരു കോമ്പണന്റ് ഉണ്ടാക്കിയതാണ് എന്ത് പറയുന്നത്, IGBT എന്ന് പറയുന്നത്. അപ്പം IGBTക്ക് മോസ്ഫെറ്റിനെയും BJTനേക്കാളും അഡ്വാൻറ്റേജസ് ഉണ്ട്. വളരെ നല്ലൊരു കോമ്പണന്റ് ആണ്, പ്രൈസും കൂടുതലാണ് രണ്ടിനും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ഓക്കെ, അതാണ് രണ്ട് കാര്യങ്ങൾ അതിൻ്റെ അകത്ത് വരുന്നത്. അതായത് മോസ്ഫെറ്റിന്റെ ഡിസഡ്വാൻറ്റേജ് ആയ എന്താ പറയാ ഹയർ ഓൺ സ്റ്റേറ്റ് ലോസസ് IGBTയിൽ ഇല്ല. പക്ഷേ മോസ്ഫെറ്റിന്റെ അഡ്വാൻറ്റേജ് ആയ സിമ്പിൾ ഗേറ്റ് ഡ്രൈവ് സർക്യൂട്ട് IGBTക്ക് ഉണ്ട്. BJTയുടെ ഡിസഡ്വാൻറ്റേജ് ആയ കോംപ്ലിക്കേറ്റഡ് ഗേറ്റ് ഡ്രൈവ് സർക്യൂട്ട് അല്ല, അതിന് പകരം മോസ്ഫെറ്റിന്റെ സിമ്പിൾ ഗേറ്റ് ഡ്രൈവ് സർക്യൂട്ട് ആണുള്ളത്. അതേപോലെ BJTയുടെ അഡ്വാൻറ്റേജ് ആയ എന്താ പറയുക ലോവർ ഓൺ സ്റ്റേറ്റ് ലോസസ് ആർക്ക് കിട്ടിയിട്ടുണ്ട്, IGBTക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം അതൊക്കെയാണ് ഇതിന്റെ അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. പിന്നെ അതിനുശേഷം നമ്മൾ സ്ട്രക്ചർ എന്താണെന്ന് കണ്ടു.
വളരെ എളുപ്പമാണ്. മോസ്ഫെറ്റിന്റെ സ്ട്രക്ചർ പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ അടിയിൽ ഒരു P+ ലെയർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, IGBTയുടെ സ്ട്രക്ചറായി. ഇൻവേർഷൻ ലെയറിന്റെ എക്സ്പ്ലനേഷൻ ഒക്കെ IGBTയുടെ എക്സ്പ്ലനേഷനിൽ കൊണ്ടുവരാൻ പറ്റും. ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ P+ ലെയർ ഫോർവേഡ് ബയാസിലാകും എന്നൊരു പോയിന്റേ നമ്മൾ പറയേണ്ട ആവശ്യമുള്ളൂ. ബാക്കിയൊക്കെ മോസ്ഫെറ്റിന്റെ എക്സാമ്പിൾ ആണ്. സോറി, സെയിം മോസ്ഫെറ്റിന്റെ അതേ എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ കൊടുക്കേണ്ടത്. നെക്സ്റ്റ് വൺ ഈസ് സ്റ്റഡി സ്റ്റേറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് IGBT. ഇതിൽ ഞാൻ ഡീപ്പായിട്ട് പോകുന്നില്ല. IGBTയുടെ സ്റ്റഡി സ്റ്റേറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് നമുക്കറിയാം, ഓൾമോസ്റ്റ് മോസ്ഫെറ്റിന്റെ അതേ സിമിലർ ആണ്. ഗേറ്റ് വോൾട്ടേജിന് ഡിപ്പെൻഡ് ആയിട്ടാണ് ഉള്ളത്. ഈ റീജിയനെ നമുക്കറിയാം കട്ട് ഓഫ് റീജിയൻ എന്ന് പറയും. അതേപോലെ ഇവിടെയുള്ള റീജിയനെ ആക്റ്റീവ് റീജിയൻ എന്ന് പറയും, അല്ലെ? ഇവിടെയുള്ള റീജിയൻ നമ്മൾ സാച്ചുറേഷൻ റീജിയൻ എന്ന് പറയും, ഓമിക് റീജിയൻ അല്ല. കാരണം എന്താ, ഔട്ട്പുട്ടിൽ നമുക്ക് ആരാ ഉള്ളത്? മോസ്ഫെറ്റ് അല്ല, BJT ആണ് ഉള്ളത്. അതുകൊണ്ട് സാച്ചുറേഷൻ റീജിയൻ എന്ന് പറയും. സെയിം ആണ്, ബാക്കി മോസ്ഫെറ്റിനെ വെച്ച് നോക്കുമ്പോൾ ഒരു ഡിഫറൻസും ഇല്ല. അതേപോലെ നമുക്കുള്ളത് ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സും IGBTക്ക് ഉണ്ട്. ത്രെഷോൾഡ് വോൾട്ടേജിന് മിനിമം ആവുന്ന സമയത്ത് IGBT ഓഫ് ആയിരിക്കും. ത്രെഷോൾഡ് വോൾട്ടേജ് ആവുന്ന സമയത്ത് ചെറിയ രീതിയിൽ കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും. ഒരു മാക്സിമം ഗേറ്റ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും. ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ മോസ്ഫെറ്റിനെ വെച്ച് നോക്കുമ്പോൾ. ഇവിടെ നമ്മൾ ID എന്നാണ് എഴുതിയത്, അതിന് പകരം നമ്മൾ എന്താണ് എഴുതേണ്ടത്? IC എന്നാണ് എഴുതേണ്ടത്, കളക്ടർ കറണ്ട് എന്നാണ് എഴുതേണ്ടത്. ബാക്കിയൊക്കെ സെയിം ആണ്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ഞാൻ പറഞ്ഞു IGBTയുടെ സ്വിച്ചിങ് ക്യാരക്ടറിസ്റ്റിക്സ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യില്ല, കാരണം മോസ്ഫെറ്റിൻ്റെതായിട്ട് ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഇത് നമുക്ക് നോക്കിയാൽ അറിയാം, മോസ്ഫെറ്റിന്റെ അതേ വേവ് ഫോം ആണ് നമുക്കിവിടെ കിട്ടിയത്. VGS എന്ന് പറയുന്ന സംഭവം, VGS എന്ന് പറയുന്ന വോൾട്ടേജ് മോസ്ഫെറ്റിന്റെ അതേ പ്ലോട്ടാണ് കാണുന്നത്. ഇതിനകത്ത് ആ കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്ന പോലെ വരച്ചിട്ടില്ല എന്നേ ഉള്ളൂ, ഓൾമോസ്റ്റ് അതുപോലെ തന്നെയാണ് ഇതിൻ്റെ അകത്ത് ഉള്ളത്. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇൻപുട്ട് മോസ്ഫെറ്റിന്റെ ഇൻപുട്ട് തന്നെയാണ്. VGS എന്ന് പറയുന്നത് മോസ്ഫെറ്റ് പോലെ തന്നെയാണ്. അതുകൊണ്ടാണ് ഈ കർവ് നമുക്ക് ഇങ്ങനെ കിട്ടിയത്. ഇനി ഈ ഒരു മോസ്ഫെറ്റും ഇതും തമ്മിലുള്ള, ഇവിടെയാണ് നമ്മൾ കറണ്ട് ഇവിടെ VG എന്ന് പറയുന്ന വേവ് ഫോം കാണിച്ചിട്ടില്ല, ഇവിടെ കറണ്ട് കാണിച്ചു, ഇവിടെ VCE കാണിച്ചു, വോൾട്ടേജ് അക്രോസ് കളക്ടർ ആൻഡ് എമിറ്റർ, കറണ്ട് ത്രൂ IGBT. ഒരേ ഒരു രണ്ട് ഡിഫറൻസ് നിങ്ങൾക്ക് ഈ ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ മോസ്ഫെറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കാണാൻ പറ്റും. ഒന്നാമത്തെ ഡിഫറൻസ് ഇതാണ്, രണ്ടാമത്തെ ഡിഫറൻസ് ഇതാണ്. കാരണം ഇവിടെ വോൾട്ടേജ് റെഡ്യൂസ് ചെയ്യുമ്പോൾ രണ്ട് പാർട്ടായിട്ടാണ് റെഡ്യൂസ് ചെയ്യുന്നത്. ഇവിടെ കറണ്ട് റെഡ്യൂസ് ചെയ്യുമ്പോൾ അവിടെയും രണ്ട് പാർട്ടായിട്ടാണ് റെഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ റീസൺ മാത്രം നിങ്ങൾ അഡീഷണൽ ആയിട്ട് എഴുതിയാൽ മതി. അതായത് മോസ്ഫെറ്റിന്റെ എക്സ്പ്ലനേഷൻ പഠിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് കാരണങ്ങൾ റീസൺ മാത്രം നിങ്ങൾ എന്ത് എഴുതിയാൽ മതി, അഡീഷണൽ ആയിട്ട് എഴുതിയാൽ മതി. അപ്പൊ ഞാൻ പറയാം, ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് VCE റെഡ്യൂസ് ചെയ്യുമ്പോൾ മോസ്ഫെറ്റ് സർക്യൂട്ടിന്റെ എഫക്റ്റ് കൊണ്ടാണ് ഇത് ഫാസ്റ്റ് ആയിട്ട് റെഡ്യൂസ് ചെയ്യുന്നത്. ഇതിൽ BJT സർക്യൂട്ട് വരുന്നത് കൊണ്ടാണ് സ്ലോ ആയിട്ട് വരുന്നത്. കാരണം വർക്കിംഗ് വൈസ് സ്പീഡ് വൈസ് കമ്പയർ ചെയ്യുമ്പോൾ മോസ്ഫെറ്റ് ആണ് BJTനേക്കാളും കുറച്ച് സ്പീഡ് ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പം മോസ്ഫെറ്റിന്റെ എഫക്റ്റ് കൊണ്ട് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. BJT മോസ്ഫെറ്റിനേക്കാളും കുറച്ച് സ്ലോ ആണ്. അതുകൊണ്ടാണ് ഈ സ്ലോ ആയിട്ടുള്ള സെക്കൻഡ് പാർട്ട് വന്നിട്ടുള്ളത്. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്കറിയാം, മെജോറിറ്റി കാരിയർ ആദ്യം ഡിസ്ചാർജ് ചെയ്ത് നേരെ താഴെ എത്തേണ്ടതാണ് മോസ്ഫെറ്റ് വെച്ച് വർക്ക് ചെയ്യുമ്പോൾ. പക്ഷേ നമുക്കറിയാം BJT പാർട്ടിൽ മെജോറിറ്റി കാരിയർ ഉണ്ടാവും, മൈനോറിറ്റി കാരിയർ ഉണ്ടാവും. ഈ മൈനോറിറ്റി കാരിയർ കൊണ്ടാണ് ഈ ഒരു പോർഷൻ വരുന്നത്. ഇത് നേരെ ശരിക്കും മോസ്ഫെറ്റിൽ നമ്മൾ പഠിച്ചത് നേരെ സീറോയിലേക്ക് എത്തുന്നതാണ് പഠിച്ചത്, അല്ലെ? അവിടെ മെജോറിറ്റി കാരിയർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു കർവ് കിട്ടുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ BJTയുടെ, അതായത് IGBT എന്ന് പറയുന്നത് BJT മോസ്ഫെറ്റും കമ്പൈൻ ചെയ്തതാണ്. അപ്പം BJTയിലെ മൈനോറിറ്റി കാരിയർ അവിടെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു പോർഷൻ വരുന്നത്. ഈ ഒരു പോർഷനെ ടെയിൽ കറണ്ട് എന്ന് പറയും. ഓക്കെ, അത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇത് ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യണോ? ഒന്ന് ചാറ്റിൽ എല്ലാവരും പറയോ? വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ നിങ്ങൾ മോസ്ഫെറ്റ് വെച്ച് പഠിച്ചത് കമ്പയർ ചെയ്ത് പഠിച്ചാൽ മതി. ഈ ഒരു രണ്ട് പോയിന്റ് മാത്രമേ
അഡീഷണൽ ആയിട്ട് നിങ്ങൾ പറയേണ്ട ആവശ്യമുള്ളൂ. സാർ ഓക്കെ അഭിജിത്ത്. സാർ നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് 0 ആവുമ്പോൾ എങ്ങനെയാ അവിടെ ആ വി സി വോൾട്ടേജ് ഒരു ഹൈ വാല്യൂല് വർക്ക് ചെയ്യുന്ന ഒരു കോൺസ്റ്റന്റ് ആയിട്ട് പോകുന്നു? കൊടുക്കുന്ന വോൾട്ടേജ് 0 വി സി ഇ എന്ന് പറഞ്ഞാൽ നീ ഇന്നലെ ചോദിച്ച അതേ ഡൗട്ട് തന്നെ നീ ഇന്നും ചോദിച്ചിട്ടുള്ളൂ കേട്ടോ. അല്ല അതല്ല, അതെ സാറ് സ്വിച്ച് വെച്ചിട്ട് ഒരു സർക്യൂട്ട് പറഞ്ഞിട്ടില്ലേ? അവിടെ നമ്മളിപ്പം ആ സ്വിച്ചിന് പകരം അവിടെ വി ജി എസ്, ആ സ്വിച്ചിന്റെ അക്രോസ് ഉള്ള സർക്യൂട്ട് വി ഡി എസ് അല്ലേ? ഇവിടെ വി സി ഇ വരും അല്ലേ? ഇവിടെ വി സി ഇ കളക്ടർ ആൻഡ് എമിറ്റർ. അല്ല, സാറായ സ്വിച്ചും ബാറ്ററിയും വെച്ചിട്ട് ഒരു സർക്യൂട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ലേ? എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അവിടെ ബാറ്ററിക്ക് പകരം ഇവിടെ വി ജി എസ് വരും. ബാറ്ററിയിലെ വോൾട്ടേജ് വി ജി എസ് അല്ലേ? സ്വിച്ചിന് അക്രോസ് ഉള്ളത് വി സി ഇയും. ഒരു മിനിറ്റ്, ഈ സർക്യൂട്ട് അല്ലേ നമുക്ക് വേണ്ടത് അല്ലേ? അല്ല, സാധാരണ ഒരു ബാറ്ററിയും സ്വിച്ചും വെച്ചിട്ട് സാർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ലായിരുന്നു? ഇന്നലെ ഞാനൊരു എക്സ്പ്ലെയിൻ ചെയ്തു. ഓക്കെ, അവിടെ ബാറ്ററിന് അക്രോസ് ഉള്ളത്, നമ്മൾ മോസ്ഫെറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ ബാറ്ററിന്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് വി ജിയും നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജും. അല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറയാം. അതായത് ഇത് മോസ്ഫെറ്റോ അല്ലെങ്കിൽ ഐ ജി ബി ടി ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇത് ഈ ഒരു 3 ടെർമിനലല്ലേ ഉള്ളൂ. ഒന്നാമത്തെ ടെർമിനൽ, രണ്ടാമത്തെ ടെർമിനൽ, മൂന്നാമത്തെ ടെർമിനൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ്. അതായത് ഗേറ്റ് ടെർമിനൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഇതാണ്. ഓക്കെ, അപ്പൊ നീ ഉദ്ദേശിക്കുന്ന വി ജി എന്ന് പറയുന്നത്, ഞാനിപ്പോൾ മാനുവൽ സ്വിച്ചാണ് വരച്ചിരിക്കുന്നത്. നമ്മൾ സാധാരണ കൈകൊണ്ട് പ്രസ് ചെയ്യുന്ന സ്വിച്ചാണ് ഇവിടെ ഇപ്പം വരച്ചിട്ടുള്ളത്. അപ്പം ഗേറ്റ് എന്നുള്ളത് നമ്മൾ ആ സപ്ലൈ ഇവിടത്തേക്ക് അപ്ലൈ ചെയ്യുമ്പോഴാണ്, മാനുവൽ സ്വിച്ചിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല, പക്ഷേ മോസ്ഫെറ്റിന്റെ കേസിലോ അല്ലെങ്കിൽ ഐ ജി ബി ടിയുടെ കേസിലോ ആ വി ജി ഇങ്ങോട്ട് അപ്ലൈ ചെയ്യുമ്പോഴാണ് ഈ സ്വിച്ച് ക്ലോസ് ആവുക. ക്ലിയർ ആയോ? അപ്പോൾ ഇവിടെ ഉള്ള ടെർമിനൽ എന്ന് പറയുന്നത് ഡ്രെയിന് അല്ലെങ്കിൽ സോഴ്സ്. ഇതാണ് നമ്മുടെ വി ഡി ഡി അല്ലെങ്കിൽ വി സി സി എന്ന് പറയുന്ന സപ്ലൈ. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കും? ഈ സ്വിച്ച് ഓൺ ആക്കാത്ത സമയത്ത് നമ്മൾ എന്ത് വി ഡി ഡി അല്ലെങ്കിൽ വി സി സി അപ്ലൈ ചെയ്തിട്ടുണ്ടോ, ഇവിടെ ഒരു റെസിസ്റ്റർ ഒക്കെ വേണം കേട്ടോ, അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് ആയി പോകും. വി ഡി ഡി അല്ലെങ്കിൽ വി സി സി എന്ത് അപ്ലൈ ചെയ്തിട്ടുണ്ടോ അതാണ് എന്ത് ചെയ്യുക, ഈ വി ഡി എസിന് അക്രോസ് അല്ലെങ്കിൽ ഡി എസിന് അക്രോസ് വരിക, സ്വിച്ച് ഓൺ ആയിട്ടില്ലെങ്കിൽ. നമ്മൾ ഇന്റേണൽ ആയിട്ട് കൊടുക്കുന്ന ഇത് ഓക്കെ, നീ അതെല്ലാം വായിച്ചടാ, ഞാൻ ഇവിടെ പറയാം. ഈ ഒരു ഡയഗ്രാം പറയാം. ഓക്കെ, അതായത് ഇതാണ് നമ്മുടെ ഐ ജി ബി ടി അല്ലെ? ഐ ജി ബി ടി നമ്മൾ ഈ ഗേറ്റിൽ നമ്മൾ സപ്ലൈ ഒന്നും കൊടുത്തില്ല, 0 വോൾട്ട് ആണ് കൊടുത്തതെന്ന് വിചാരിക്കുക. അപ്പം ഈ ഐ ജി ബി ടി ഓഫ് ആണ്. അപ്പൊ നമ്മൾ കൊടുത്ത വോൾട്ടേജ് വി സി സി ഏതിന് അക്രോസ് വരും? ഇതിന് അക്രോസ് വരും. കറക്റ്റ് അല്ലേ? കാരണം കറണ്ട് ഫ്ലോ ഒന്നും ഇല്ല. അപ്പം കറണ്ട് ഫ്ലോ ഇല്ലെങ്കിൽ ഐ സി ആർ സി എടുക്കുമ്പോൾ 0 ആണ് ഇതിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് എന്ന് പറയുന്നത്. ഈ റെസിസ്റ്ററിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഐ സി ആർ സി ആണ്. അപ്പൊ ഐ സി എന്ന് പറയുന്നത് 0 ആണ്, കറണ്ട് ഫ്ലോ ഇല്ലാത്തതുകൊണ്ട്. അപ്പം ഇവിടെയുള്ള വോൾട്ടേജും ഈ വി സി ഇ എന്നുള്ള വോൾട്ടേജും സെയിം ആയിരിക്കും. ഒന്നും കൂടെ പറയാം. വി സി സി എന്ന് പറയുന്നത് ഓക്കെ, വി സി സി അല്ല, ബാക്കിയുള്ളവർക്കും വി സി സി എന്ന് പറയുന്നത് വി സി ഇ പ്ലസ് ഐ സി ആർ സി ആണ് ഈ ഡയഗ്രാം പ്രകാരം വരിക അല്ലെ? അപ്പൊ ഇവിടെ കറണ്ട് ഫ്ലോ ഒന്നും ഇല്ലെങ്കിൽ ഐ സി എന്ന് പറയുന്ന വാല്യൂ 0 ആണ്. അപ്പം വി സി സി എന്ന് പറയുന്നത് വി സി ഇ ആണ്. അപ്പോൾ ഇത് ഓഫ് ആവുന്ന സമയത്ത് ഇവിടെ ഒരു കറണ്ടും ഫ്ലോ ചെയ്യുന്നില്ല. വി സി സി വി സിയും ഇയും ഈക്വൽ ആണ്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, പ്ലോട്ടില് ഈ ഒരു ഗ്രാഫ് നോക്കുമ്പോൾ ഗേറ്റിൽ വോൾട്ടേജ് ഒന്നും അപ്ലൈ ചെയ്യാത്ത സമയത്ത് വി സി ഇ എന്ന് പറയുന്നത് വി സി സിക്ക് ഈക്വലായി മാക്സിമത്തിൽ തന്നെ നിൽക്കുന്നത്. ക്ലിയർ ആയില്ലേ? നീ ആ ബാറ്ററി മറന്നുകളാ, നല്ലത്. ഓക്കെ, ഞാൻ ഐ ജി ബി ടി കുറച്ച് ഫാസ്റ്റ് ആയിട്ടാണ് എടുത്തത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ അന്നേ പറഞ്ഞിരുന്നു, മോസ്ഫെറ്റ് നിങ്ങൾ ശ്രദ്ധിക്കുന്ന സമയത്ത് മോസ്ഫെറ്റിന്റെ 2 കാര്യങ്ങൾ മാത്രമേ ഇവിടെ ഡിഫറെന്റ് ആയിട്ട് വന്നിട്ടുള്ളൂ.
ഒന്നിതാണ് ടെയിൽ കറണ്ട് ആണ്. എന്തുകൊണ്ടാണ്? മൈനോറിറ്റി കാരിയർ ഉള്ളത് കൊണ്ട്, ബി ജെ ടി പാർട്ടിലുള്ള മൈനോറിറ്റി കാരിയർ ഇവിടെ ഉള്ളത് കൊണ്ട്. ഇവിടെ വോൾട്ടേജിന്റെ കേസിലും രണ്ട് പാർട്ട് വന്നു. ഒന്ന് മോസ്ഫെറ്റ് എന്ന് പറയുന്നത് മാത്രമാണെങ്കിൽ അത് ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. മോസ്ഫെറ്റും ബി ജെ ടിയും കൂടി കമ്പൈൻ ചെയ്യുന്ന സമയത്ത് ഒരു പോർഷൻ ഫാസ്റ്റ് ആയിട്ടും ഒരു പോർഷൻ സ്ലോ ആയിട്ടുമാണ് വർക്ക് ചെയ്യുക. അതുകൊണ്ടാണ് ഇവിടെ ചെറിയൊരു സ്ലോപ്പ് വന്നിട്ടുള്ളത്. അപ്പം സെയിം തന്നെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഞാനൊരു 5 മിനിറ്റ് അധികം എടുത്തു പോയി. അപ്പം എന്തൊക്കെയാണ്? വോൾട്ടേജ് കൺട്രോൾഡ് ഡിവൈസ് തന്നെയാണ് IGBT. കാരണം മോസ്ഫെറ്റിന്റെ സർക്യൂട്ട് വരുന്നത് ഓൺ സ്റ്റേറ്റ് ലോസസ് വളരെ കുറവാണ്. സ്വിച്ചിങ് ഫ്രീക്വൻസീസ് ആർ ഹയർ ദാൻ തൈറിസ്റ്റർ അല്ലെങ്കിൽ BJT എന്ന് നമുക്ക് പറയാം. ബാക്കിയൊക്കെ നമുക്ക് എന്താ പറയാ, ഗേറ്റിന് ഫുൾ കൺട്രോൾ ഉണ്ട്, കമ്മ്യൂട്ടേഷൻ സർക്യൂട്ട് വേണ്ട. ഡിമെറിറ്റ്സ് എന്ന് പറയുന്നത് മോസ്ഫെറ്റിൽ കാണുന്ന പോലെ സ്റ്റാറ്റിക് ചാർജ് പ്രോബ്ലംസ് ഉണ്ട്. IGBTs ആർ കോസ്റ്റ്ലിയർ ദാൻ BJT ആൻഡ് മോസ്ഫെറ്റ്സ്. എല്ലാവിധ കൺവേർട്ടേഴ്സിലും IGBT നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. DC to DC പവർ കൺവേർട്ടർ, AC മോട്ടോർ ഡ്രൈവില്, UPS-ലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ശ്രദ്ധിച്ചു കേൾക്കുക. ഇനി നമുക്ക് ഒരു കോമ്പണന്റ് കൂടിയാണ് പെൻഡിങ് ആയിട്ടുള്ളത്. ഒന്നെങ്കിൽ ഞാനത് വീഡിയോ ആക്കിയിട്ട് യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യും, അല്ലെങ്കിൽ ഞാനത് വീണ്ടും എടുത്തു തരും. ചെറിയൊരു ടോപ്പിക്കാണ്, ഗേറ്റ് ടേൺ ഓഫ് തൈറിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ടോപ്പിക്കാണുള്ളത്. അതിലെ സ്ട്രക്ചർ മാത്രമേ പഠിക്കാനുള്ളൂ, ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കാനില്ല. വളരെ പെട്ടെന്ന് നമുക്ക് തീർക്കാൻ പറ്റും. ഒന്നെങ്കിൽ ഞാനത് വീഡിയോ ആയിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. ഇതുവരെയുള്ള എല്ലാ വീഡിയോസും യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഗൂഗിൾ ക്ലാസ് റൂമിൽ നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ട്. ഒന്നാമത് 16 കുട്ടികൾ മാത്രമാണ് ഇപ്പം ഗൂഗിൾ ക്ലാസ് റൂമിൽ ജോയിൻ ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു അപർണ, ഗോപിക, ജസീം, അരുൺ പി, ഇത്ര ആൾക്കാർ അതിൻ്റെ അകത്ത് ജോയിൻ ആയിട്ടില്ല. അപ്പോൾ ഞാനിപ്പം നിങ്ങളൊരു ഹെൽപ്പ് എനിക്കിപ്പോൾ ചെയ്യണം. ഞാനൊരു ചെറിയൊരു ക്വിസ് അതിൻ്റെ അകത്ത് ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആ ഗൂഗിൾ ക്ലാസ് റൂം എടുത്തിട്ട് ഇപ്പം തന്നെ ഒരു 5 മിനിറ്റിനുള്ളിൽ അതൊന്ന് അപ്ലോഡ് ചെയ്ത് തരണം. വളരെ എളുപ്പമാണ്. ഒരു ക്വിസ് 5 ക്വസ്റ്റ്യൻസേ ഉള്ളൂ, 5 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അത് ഞാൻ അതിനകത്ത് അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഒരു 5 മിനിറ്റിനുള്ളിൽ അതൊന്ന് എനിക്ക് കംപ്ലീറ്റ് ആക്കി തരണം. അതേപോലെ ഒരു അസൈൻമെന്റ് ഞാൻ ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് നിങ്ങൾക്ക് കുറച്ച് ദിവസം ഞാൻ തന്നിട്ടുണ്ട്. അപ്പം എല്ലാം എഴുതി വെച്ചാൽ മതി. അവിടെയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ ആദ്യം 2 ക്വസ്റ്റ്യൻ അസൈൻമെന്റായി തന്നിട്ടുണ്ട്. ആ പേപ്പർ നിങ്ങളെ കയ്യിൽ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതാണ് ആദ്യത്തെ 2 ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് സ്കാൻ ചെയ്ത് അയക്കുമ്പോൾ ആ 2 പേജും കൂടെ സ്കാൻ ചെയ്ത് അയക്കാൻ നോക്കുക, പറ്റുമെങ്കിൽ മാത്രം. കാരണം എന്ന് വെച്ചാൽ അതിന് മാർക്ക് ഇടുമ്പോൾ ഒരുമിച്ചിടാൻ വേണ്ടിയിട്ടാണ്, ഒറ്റ പാർട്ടാക്കി എടുക്കാനാണ്. നിങ്ങൾ സ്കാൻ ചെയ്ത് വെച്ച സാധനം ഇതിന്റെ കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ട് അതും കൂടി ഒന്ന് ആദ്യത്തെ ആ പവർ ഡയോഡിന്റെ സമയത്ത് തന്ന അസൈൻമെന്റും ഇതിന്റെ കൂടെ ജോയിൻ ചെയ്തിട്ട് അയച്ചു തരാൻ വേണ്ടി നോക്കുക. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പം എല്ലാവർക്കും എല്ലാം എന്താ പറയുക, ഇനി സ്പെഷ്യൽ ക്ലാസ് ഒന്നും വന്നിട്ടില്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ തമ്മിൽ ഇനി ഓണത്തിന് മുമ്പ് കാണില്ല. അതുകൊണ്ട് എല്ലാവർക്കും ഓണാശംസകൾ. നല്ല രീതിയിൽ എന്താ പറയുക ആഘോഷിക്കുക. ഈ ഒരു ക്വിസ് മാത്രം ഒന്ന് പെട്ടെന്ന് ചെയ്തിട്ട് തരാൻ വേണ്ടി നോക്കും. ഓക്കെ, താങ്ക് യു.